മൈത്രേയനോടൊരു ചോദ്യം. നിങ്ങൾ എന്തുകൊണ്ട് വസ്ത്രം ധരിക്കുന്നു? കാരണം അറിഞ്ഞാൽ കൊള്ളായിരുന്നു. രണ്ടു പേർക്ക് തമ്മിലുള്ള ഒരു അതിര് തന്നെയല്ലേ വസ്ത്രം. നമ്മൾ അതിരുകളില്ലാത്ത ഒരു കാലം വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ എന്തിനു വസ്ത്രം ധരിക്കുന്നു? വസ്ത്രം ഒരു അതിര് തന്നെയല്ലേ. ഒരു ചെറിയ തുണി കൊണ്ട് നമ്മുടെ നഗ്നത മറയ്ക്കപ്പെടുകയാണോ? ഒരു കാലത്ത് ഈ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ആൾക്കാരെ വേർതിരിക്കാൻ വേണ്ടിയല്ലേ? ജാതീയമായിട്ടും അവൻ്റെ പണത്തിൻ്റെ ഇതും അല്ലെങ്കിൽ അവൻ്റെ ഉയർച്ചയെ താഴ്ചയെ അറിയിക്കാൻ വേണ്ടിയല്ലേ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഇന്നും ചിലയിടത്ത് അത് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷം നമ്മുടെ പരിണാമത്തിൻ്റെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഏകദേശം ഒരു 2%, 3% സമയത്ത് മാത്രമാണ് ഇതുപോലെ വസ്ത്രങ്ങൾ ധരിച്ചത് അല്ലേ. നമ്മൾ ലക്ഷക്കണക്കിന് വർഷം വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ തന്നെയല്ലേ ജീവിച്ചിരുന്നത്. എത്രയോ ആദിവാസി കാടുകളിൽ വസ്ത്രം ധരിക്കാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ആൾക്കാർ ജീവിക്കുന്നു. നാഗസന്യാസിമാരും അതുപോലെ തന്നെ ഗാന്ധിജി ആയാലും വസ്ത്രം ഉപേക്ഷിച്ചതല്ലേ. ഒരു 100 വർഷത്തിൻ്റെ മുമ്പുള്ള ഫോട്ടോ എടുത്ത് നോക്കിയാലും നമ്മൾ വസ്ത്രം ധരിച്ചതായിട്ട് അറിയാൻ പറ്റുന്നില്ല. മേൽവസ്ത്രം നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. അത് പല സഞ്ചാരികൾ വന്നപ്പോഴും അത് എഴുതിയും വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിലുള്ളവർ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു എന്നാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ വസ്ത്രം ബാക്കിയുള്ളവരെ കണ്ട് കോപ്പി അടിച്ചത് തന്നെയല്ലേ. നമ്മൾ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് ഈ പ്രകൃതിക്ക് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് തന്നെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ഈ എൻവറോൺമെൻറ്റിന് നമ്മൾ ദോഷം തന്നെയല്ലേ ചെയ്യുന്നത്. ഒരു പഠനം നടത്തിയാൽ അത് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവം തന്നെയല്ലേ മനുഷ്യരാശിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അവയിൽ ചിലത് മാത്രം ഇവിടെ കുറച്ച് സ്ക്രീൻഷോട്ട് വെച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ വസ്ത്രങ്ങളിൽ നിന്ന് വീഴുന്ന ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ കാരണം ഒരുപാട് മത്സ്യസമ്പത്തിനും അതുപോലെ തന്നെ അവിടെ ജീവിക്കുന്ന പ്രകൃതിയിലെ പല ജീവികൾക്കും ഒരുപാട് നാശനഷ്ടമാണ് സംഭവിക്കുന്നത്. വംശനാശം സംഭവിച്ച് ഒരുപാട് ഇത് പോകുന്നുണ്ട്. മൈക്രോ പ്ലാസ്റ്റിക് ഒരു വലിയ പ്രശ്നമാണ് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ. അതിന് പ്രധാന കാരണം നമ്മുടെ വസ്ത്രം തന്നെയല്ലേ. നമ്മളിടുന്ന വസ്ത്രം കാരണം നമ്മുടെ പ്രകൃതിയിലെ ഒരുപാട് ജീവജാലങ്ങൾ നശിച്ചു പോവുകയല്ലേ. അതിന് നമ്മൾ ഉത്തരവാദി തന്നെയല്ലേ. നമ്മളുടെ വസ്ത്രങ്ങൾ അതിനൊരു കാരണമാകുന്നില്ലേ. നമ്മളുടെ വസ്ത്രങ്ങളിൽ നിന്നല്ലേ ഏറ്റവും കൂടുതൽ മൈക്രോ പ്ലാസ്റ്റിക്സ് കടലിലെത്തുന്നത്. അതുപോലെ 100 വർഷം മുമ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ 100 വർഷത്തിന് മുമ്പ് കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഈ സോപ്പ് പൊടി, അത് കാരണം നമ്മുടെ കുളങ്ങളും നമ്മുടെ പുഴകളും അതുപോലെ ശുദ്ധജലവും ഒരുപാട് നശിപ്പിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കൂടിയതും അതേപോലെ തന്നെ അതിനു വേണ്ടിയുള്ള സോപ്പ് പൊടി സപ്ലൈ, ഡിറ്റർജൻറ്റ് സപ്ലൈ, ഇത് നമ്മളുടെ പ്രകൃതിയെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആർക്കും ഇതിന് ഉത്തരം പറയാം. നമ്മൾ എന്തുകൊണ്ട് വസ്ത്രം ധരിക്കുന്നു? നമ്മൾ പ്രകൃതിയെ ഈ വസ്ത്രധാരണം കൊണ്ട് നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന എല്ലാവരിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കുന്നു.